ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ല തണുപ്പും പിന്നെ കുറച്ച് കാറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എന്നത്തെയും പോലെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് അടുക്കി പറക്കി വെക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എൻ്റെ അടിച്ചു വാരലൊക്കെ തീർത്ത് പിന്നെ കുറച്ച് പൂവൊക്കെ പൊട്ടിച്ച് നേരെ വിളക്ക് വെച്ചു. ഇപ്പം ഞാൻ കഴിച്ചത് നെയ്യാണ്. 6-ാം മാസത്തിൽ നെയ്യ് കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന നെയ്യാണ് അത്. കുറച്ച് കയ്പ്പൊക്കെ ഉള്ള നെയ്യാണ്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പോലത്തെ നെയ്യൊന്നുമല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ആ കയ്പ്പൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്ത് കുടിച്ചത് തേനാണ്. തേൻ കുടിച്ച് കഴിഞ്ഞാൽ ഒരു മധുരത്തിൽ അങ്ങനെ അങ്ങ് പൊക്കോടും. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്നും ഇങ്ങനെ നെയ്യൊന്നും കഴിക്കലില്ല എന്ന്. അങ്ങനെ നെയ്യ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനിന്ന് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതന്നെ നമ്മുടെ ബീട്രൂട്ട് ദോശ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണം തോന്നിയാലും നമുക്ക് ഈ ക്യാരറ്റ് ദോശ, ബീട്രൂട്ട് ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അങ്ങനെ നല്ലൊരു ബീട്രൂട്ട് എടുത്ത് അരിഞ്ഞ് ജാറിലോട്ടിട്ട് അടിച്ചതാ. ദേ കണ്ടോ, കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടാണോ എന്ന് എനിക്കറിയില്ല, മൊത്തത്തിൽ അങ്ങ് തെറിച്ച് അതൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും ഒന്ന് അമർത്തി പിടിച്ചങ്ങ് അടിച്ചെടുത്തപ്പോൾ കുഴപ്പമില്ലാണ്ട് വന്നു. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എനിക്ക് പറ്റൊരു തെറ്റായിരുന്നു, ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചിങ്ങനെ ലൂസായിട്ട് ഇരുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ബീട്രൂട്ടിലുള്ള വെള്ളം മതി നമുക്ക്. അത് കഴിഞ്ഞ് കുറച്ച് മാവ് എടുത്തിട്ട്, കുറച്ച് മതി, നമുക്ക് എത്ര ദോശയാണോ വേണ്ടത് ആ ദോശയ്ക്ക് അനുസരിച്ചുള്ള കുറച്ച് മാവ് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ച ആ ബീട്രൂട്ടിൻ്റെത് നമ്മൾ നേരെ ഈ മാവിലോട്ട് ഒഴിക്കും. എന്നിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ കളർ അങ്ങ് മാറി വരും. നല്ല രസമല്ലേ കാണാൻ. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ട് നോർമലി എങ്ങനെയാണോ ദോശ നമ്മൾ പരത്തിയിടുക അതുപോലെ അങ്ങ് ചുട്ടിടുക. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. എനിക്ക് അധികം നെയ്യ് പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ തേച്ച് പോയിട്ടുള്ളൂ. നെയ്യ് വേണവർ നെയ്യ് ഒഴിക്കുക, ഇല്ലാത്തവർ നെയ്യ് ഒഴിവാക്കാം. ഈ ദോശ കരിഞ്ഞു പോയതല്ല കേട്ടോ, ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ്. ഇതിങ്ങോട്ട് മറച്ചിട്ടാൽ ഈ കളറോ. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇതിന് നമുക്ക് കൂട്ടായിട്ടൊരു ചമ്മന്തി വേണമല്ലോ. ഇവിടെ എപ്പോഴും തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു ഇന്ന് തേങ്ങാ ചമ്മന്തി വേണ്ട, എനിക്കിഷ്ടം തക്കാളി ചമ്മന്തിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. എനിക്കിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കാനാണ്, നല്ല ടേസ്റ്റാണ്. അതേ നമ്മളെല്ലാം ഇപ്പോൾ ഉള്ളിയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് പിന്നെ ചൂട് മാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ അടി അടിക്കും. അപ്പോൾ ഒരു ചമ്മന്തി ഇങ്ങ് വരില്ലേ, അത് എന്ത് ടേസ്റ്റാണെന്ന് അറിയാം ദോശയുടെ കൂടെ കഴിക്കാൻ. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കൂടുതലും അമ്മ, പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക ഈ ഒരു തക്കാളി ചട്നിയായിരുന്നു. എനിക്ക് അന്നും ഇന്നും ഇത് ഭയങ്കര ഫേവറേറ്റ് ആണ്. അങ്ങനെ ഇന്നത്തെ ബീട്രൂട്ട് ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ.